അർജുനായുള്ള തെരച്ചിൽ 6ാം ദിനവും വിഫലം. കർണാടകയിലെ ശിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. റഡാർ സിഗ്നൽ ലഭിച്ച ഇടത്ത് പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഗംഗാവലിപ്പുഴയിലെ മൺകൂനയിൽ വീണ്ടും പരിശോധന നടത്താനാണ് തീരുമാനം. രക്ഷാപ്രവർത്തന മേഖലയിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് ദുരന്ത മേഖല സന്ദർശിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. അർജുനടക്കം 3 പേരെ കണ്ടെത്താനുണ്ടെന്നും സിദ്ധരാമയ്യ. ರೆಸ್ಕ್ಯೂ ಆಪರೇಷನ್ಗೆ SDRF 44 ಜನ ಮತ್ತು NDRF 24 ಜನ ಮತ್ತು ಇವತ್ತು ಮಿಲಿಟರಿಯಿಂದಲೂ ಕೂಡ ಬಂದಿದ್ದಾರೆ. 44 ಜನ ಮಿಲಿಟರಿಯವರು ಕೂಡ ಬಂದಿದ್ದಾರೆ. ನೇವಿನವರು ಅಸಿಸ್ಟ್ ಮಾಡಿ ಅವತ್ತಿನಿಂದ ಇವತ್ತಿನವರೆಗೆ ಕ್ಲಿಯರೆನ್ಸ್ ಮತ್ತು 7 ಡೆಡ್ ಬಾಡೀಸು ಈಗಾಗಲೇ ರಿಕವರ್ ಆಗಿದ್ದಾವೆ. ಅದರಲ್ಲಿ ವಾಹನಗಳು ಕೂಡ ಸಿಕ್ಕಾಕೊಂಡಿದ್ದಾವೆ. ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ന് സൈന്യം എത്തിയിരുന്നു. ബലഗാവിൽ നിന്നുള്ള 40 അംഗ സൈനിക സംഘമാണ് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അരുൺ പാറക്കൽ ചേരുന്നുണ്ട് ഈ ദുരന്ത സ്ഥലത്ത് നിന്ന്. അരുൺ, ഇന്നത്തെ രക്ഷാദൌത്യം അവസാനിപ്പിച്ചിരിക്കുകയാണല്ലോ. നാളെ എങ്ങനെയായിരിക്കും തെരച്ചിൽ? ഏതൊക്കെ മേഖലകളിൽ കേന്ദ്രീകരിക്കും? അരുൺ. ഉന്മേഷ, ഇന്നത്തെ രക്ഷാദൌത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചു. അതിനുശേഷം ഈ ആർമിയുടെയും അതുപോലെ തന്നെ ആർമിയുടെയും നാവികസേനയുടെയും NDRFിന്റെയും ഒക്കെ സംയുക്ത മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിന് ശേഷം വീണ്ടും രാത്രി തിരയണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവും. ഈ ആർമി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ മടങ്ങിയിട്ടുണ്ട്. ആ മീറ്റിംഗിന് ശേഷം മടങ്ങിയിട്ടുണ്ട്. ഇനി രാത്രി എങ്ങനെയാണ്? ഈ വെളിച്ചക്കുറവൊക്കെ ആ പ്രദേശത്തുണ്ട്. വേണ്ട രീതിയിലുള്ള വെളിച്ചമൊന്നും കർണാടക സർക്കാർ ആ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന പരാതി ഈ രക്ഷാദൌത്യത്തിന് എത്തിയ ഉദ്യോഗസ്ഥർക്ക് പോലുമുണ്ട്. അപ്പോൾ ഈ രക്ഷാദൌത്യം നാളെ രാവിലെ 6 മണി മുതൽ വീണ്ടും ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരുപക്ഷെ തെരച്ചിൽ നടത്തിയില്ലെങ്കിൽ നാളെ രാവിലെ വീണ്ടും 6 മണി മുതൽ രക്ഷാദൌത്യം ആരംഭിക്കും. പ്രത്യേകിച്ച് ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിൽ ആ ലൊക്കേഷൻ കണ്ടെത്തിയ റഡാർ ലൊക്കേഷൻ കണ്ടെത്തിയ ആ പ്രദേശത്തെ മണ്ണ് ഏകദേശം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആ പ്രദേശത്തൊന്നും ഈ ലോറിയുടെ കണ്ടന്റ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ പ്രദേശത്ത് ഒരു കർവുണ്ട്, അതായത് ഈ ഒരു ഉൾവഴിയുണ്ട്. ആ റോഡ്, ആ ഒരു സമാന്തര പാത, ആ പാതയിലാണ് ഈ 3 ട്രക്കുകൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് അതെന്നാണ് പ്രദേശവാസികളൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഉൾവശത്തേക്ക് ഈ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു സാധ്യതയായി പരിഗണിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെ മണ്ണുകൂടി നീക്കം ചെയ്യാനുള്ള ശ്രമമാണിപ്പോൾ NDRFും ആർമിയൊക്കെ ശ്രമിക്കുന്നത്. നാളെ രാവിലെ 6 മണി മുതൽ സജീവമായി ആർമി രംഗത്തുണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുക എന്നത് നല്ല ദുഷ്കരമായ പ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് വലിയ പാറക്കല്ലുകളൊക്കെ തന്നെ ഈ ലാൻഡ് സ്ലൈഡിൽ താഴേക്ക് പതിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ വാഹനത്തിന് മുകളിലൊക്കെ വീഴാനുള്ള സാധ്യതയും കണക്കാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊന്നും ഈ വലിയ പാറക്കല്ലുകൾ കണ്ടെത്തിയിരുന്നില്ല. ഈ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയപ്പോഴാണ്, ഇതിൻ്റെ ഒരു പകുതിയോളം ഭാഗമായപ്പോഴാണ് ഈ വലിയ പാറക്കല്ലുകളൊക്കെ അടിഭാഗത്ത് കണ്ടെത്തുന്നത്. ഇനി ആ പാറക്കല്ലുകളൊക്കെ പൊട്ടിച്ച് അവിടുന്ന് മാറ്റേണ്ടത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതാണ് ഇപ്പോൾ ഈ തെരച്ചിലിൽ കാലതാമസം എടുക്കുന്നത്. ഇന്നിപ്പോൾ 6ാമത്തെ ദിവസമാണ്. ഇനി നാളെ 7ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആ പാറക്കല്ലുകൾ അവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റി ഇന്നിപ്പോൾ കൂടുതൽ ദ്രുതഗതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ആ പാറക്കല്ലുകൾ പൊട്ടിച്ചു മാറ്റിയാൽ പെട്ടെന്ന് ഈ വാഹനം എവിടെയുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ രക്ഷാദൌത്യ സംഘത്തിനുള്ളത്. ഒപ്പം ഈ ഗംഗാവാലി പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങളിലും പരിശോധന ശക്തമാണ്. ഈ മണ്ണൊലിപ്പ് വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ മണ്ണിനടിയിലേക്ക് ഈ വാഹനം പോയിട്ടുണ്ടോ, ഈ വാഹനത്തിന് മുകളിൽ മണ്ണ് തോർന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാധ്യതകളും ഇപ്പോൾ പരിശോധിക്കുന്നു. നാവികസേനയുടെ ആ ടീം അവർ പുഴ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 4 ദിവസങ്ങളായി പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പുഴയിൽ ഇതുവരെ ഈ വാഹനത്തിന്റെ ഒരു കണ്ടന്റ് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പുഴ വ്യാപകമായി മണ്ണ് തോർന്ന നിലയിലാണ്. പുഴയിൽ ജലനിരപ്പ്
വർദ്ധിച്ച നിലയിലാണ്. പ്രത്യേകിച്ച് ഈ കർണാടക ഉൾവനത്തിലൊക്കെ വലിയ രീതിയിലുള്ള മഴയുണ്ട്. ഇന്ന് ഈ സമയത്ത് മഴ കുറവാണ്, പക്ഷേ ഇന്ന് ഈ രക്ഷാദൗത്യം നടക്കുന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു മഴ ഉണ്ടായിരുന്നു. അത് രക്ഷാദൗത്യത്തെ ദുഷ്കരമായി ബാധിച്ചിരുന്നു. അതുപോലെ തന്നെ സമീപത്തെ ഗംഗാവാലി നദിയിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയ നിലയിലാണ്. ഈ ഉൾവനത്തിലെ ഒരു കനത്ത മഴ അത് ഈ രക്ഷാദൗത്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഈ മണ്ണ് ഒലിച്ചു വന്ന പ്രദേശത്ത് ഇപ്പോഴും വെള്ളം ഇങ്ങനെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഈറൻ, അതായത് മണ്ണ് ഇപ്പോഴും നനവുള്ള മണ്ണാണ്. അത് ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് അത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ റഡാർ ഉപയോഗിച്ച് ഈ സമയം കഴിയില്ല. അതുകൊണ്ട് അതൊക്കെ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. എന്തായാലും ഈ പ്രതിസന്ധിയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അതിനൊക്കെ തരണം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയാവും നാളെ ആർമി നടത്തുക. ഉന്മേഷ്. ശരി, അരുൺ പാറക്കലാണ് ഇപ്പോൾ ശിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കും.